ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. ഇനി നമ്മൾ നോക്കാൻ പോണത് 21-ാമത്തെ ശ്ലോകമാണ്. വാഗ്വിലാസ സിദ്ധി ഇച്ഛിക്കുന്നവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ദേവതോപാസ്തിയാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ത്വാം ഐന്ദവീം ഇവ കലാം അനുഭാലദേശം ഉദ്ഭാസിതാംബരതലാം അവലോകയന്തഃ സദ്യോ ഭവാനി സുധിയഃ കവയോ ഭവന്തി ത്വം ഭാവനാ ആഹിതധിയാം കുലകാമധേനുഃ. ത്വാം ഐന്ദവീം ഇവ കലാം അനുഭാലദേശം ഉദ്ഭാസിത അംബരതലാം അവലോകയന്തഃ. ആദ്യത്തെ രണ്ട് വരിയാണ്. ഭവാനി അല്ലയോ ഭവനായ ശ്രീ പരമേശ്വരൻ്റെ പത്നിയായ ദേവി, ഉദ്ഭാസിത പ്രകാശിതമായ അംബരതലാം ചിദാകാശസ്വരൂപത്തിൻ്റെ ഐന്ദവീം കലാം ഇവ ചന്ദ്രൻ്റെ കലയ്ക്ക് സമാനമായി, ഇന്ദുവിനെ സംബന്ധിച്ചത് എന്ന അർത്ഥത്തിലുള്ള സ്ത്രീലിംഗ ശബ്ദമാണ് ഐന്ദവി. ചിദാകാശത്തിൻ്റെ ചന്ദ്രകല എന്നതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, നഭോതലം പ്രകാശമാനമാക്കുന്ന ചന്ദ്രനെ പോലെ സ്വജ്യോത്സ്ന കൊണ്ട് ചിദാകാശം തേജോമയം ആക്കിയിരിക്കുന്ന ചന്ദ്രക്കലയ്ക്ക് സമാനമായി ത്വാം നിന്തിരുവടിയെ അനുഭാലദേശം സ്വന്തം മസ്തകത്തിൻ്റെ സ്ഥാനത്തിൽ, അതായത് നെറ്റിയിൽ പുരികങ്ങൾക്ക് മധ്യത്തിൽ അവലോകയന്തഃ ധ്യാനിച്ച് സാക്ഷാത്കരിക്കുന്നവരായ സുധിയഃ പ്രജ്ഞാശാലികൾ, ബുദ്ധിമാന്മാർ, സദ്യഃ കവയഃ ഭവന്തി ഒട്ടും താമസിക്കാതെ തന്നെ ഭാവനാപരിഭാഗം സിദ്ധിച്ച് കവിത്വ ശക്തി പ്രാപിക്കുന്നു. ഭാവന ആഹിതധിയാം, അത്തരം ശ്രദ്ധയോടും ഭക്തിയോടുമുള്ള ധ്യാന പരിശീലനം വഴി ബുദ്ധിയെ സംസ്കരിക്കുന്ന ബുദ്ധിശാലികൾക്ക് ത്വം ഹി കുല കാമധേനുഃ ഭവന്തി. കുല എന്നതിന് ഇവിടെ എല്ലാ വിധത്തിലുമുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ സകല വിധത്തിലുമുള്ള കാമ ആഗ്രഹങ്ങളെ ധേനു പ്രദാനം ചെയ്യുന്നവളായി, ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുന്നവളായി ത്വം ഹി നിന്തിരുവടിയും ഭവിക്കുന്നുവല്ലോ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. അല്ലയോ ഭവാനി ദേവി, ചിദാകാശത്തിൽ സ്വന്തം തേജസ് കൊണ്ട് പ്രകാശിക്കുന്ന ചന്ദ്രൻ്റെ കല പോലെ നിന്തിരുവടിയെ പ്രജ്ഞാശാലികളായ സാധകന്മാർ പുരികമധ്യത്തിൽ ധ്യാനിച്ച് സാക്ഷാത്കരിക്കുമ്പോൾ അവർക്ക് ഉടൻ മഹാകവിത്വസിദ്ധി പ്രാപ്തമാകുന്നു എന്ന് മാത്രമല്ല, നിരന്തരമായ അത്തരം ധ്യാനം കൊണ്ട് ബുദ്ധിയെ ശുചീകരിക്കുന്ന ആ സാധകന്മാരുടെ സകല ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കുന്ന അമരധേനുവുമായി നിന്തിരുവടി ഭവിക്കുന്നു എന്ന് അർത്ഥം. 3 നാഡികളും സംഗമിക്കുന്ന ത്രിവേണി ആയ ആജ്ഞാചക്രത്തിൽ കുണ്ടലിനി സ്വരൂപിണിയായ ദേവിയെ ധ്യാനിക്കുന്നതിൻ്റെ മാഹാത്മ്യമാണ് ഇവിടെ പ്രസ്താവ്യ വിഷയം. കഴിഞ്ഞ ഭാഗത്തിൽ ഹൃദയസ്ഥാനമായ അനാഹത ചക്രത്തിൽ വഹ്നികുണ്ടലിനിയായി ദർശനം തരുന്ന ദേവിയുടെ ധ്യാന മാഹാത്മ്യമാണ് മനസ്സിലാക്കിയത്. ഇവിടെ ഭ്രൂമധ്യത്തിലെ ആജ്ഞാചക്ര ധ്യാനമാണ് പറഞ്ഞിരിക്കുന്നത്. ആജ്ഞാസ്ഥാനത്തിൽ അവയവങ്ങളോട് കൂടിയ സകളഭാവത്തിലും പിന്നീട് സകളവും നിഷ്കളവും ആയ ഭാവത്തിലും ആജ്ഞയ്ക്ക് മുകളിലുള്ള ഉന്മനിയിൽ നിഷ്കളഭാവത്തിലും, അതായത് നിരാകാര ജ്യോതിസ്വരൂപമായും 3 വിധത്തിലുള്ള ധ്യാനം യോഗിനി ഹൃദയത്തിൽ പറയുന്നുണ്ട്. ആജ്ഞാന്തം സകളം പ്രോക്തം യതഃ സകല നിഷ്കളം ഉന്മന്യന്തേ പരം പരേ സ്ഥാനേ നിഷ്കളം ച ത്രിധാ സ്ഥിതം എന്ന്. ആ ധ്യാനത്തിൻ്റെ ഫലം ആണ്
കവിത്വ സിദ്ധി. അലങ്കാരം, രസം, മാധുര്യം മുതലായ ഉത്തമ കാവ്യഗുണങ്ങളുള്ള സന്ദർഭോചിതമായ കാവ്യങ്ങൾ രചിക്കാൻ കഴിവുള്ള പ്രതിഭാധനന്മാരായിത്തീരുന്നു ആ സാധകന്മാർ. സദ്ഗുണാലങ്കാര സരസമാധുര്യോപേത സത് സന്ദർഭ സൂക്തിരചനാ പ്രതിഭാശാലിനോ ഭവന്തി എന്ന് ഹരഭട്ടി വ്യാഖ്യാനം. ഇതിൽ കൂടുതൽ വിശദീകരിക്കാനില്ലാത്തത് കൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അടുത്ത ഈ 22ാമത്തെ ശ്ലോകത്തിൽ പ്രണവത്തിൻ്റെ 12 മാത്രകളായിട്ടുള്ള ദേവീനാമങ്ങളാണ് വിവരിക്കുന്നത്. ത്വാം വ്യാപിനീതി സമനായിതി കുണ്ടലീതി, ത്വാം കാമിനീതി കമലേതി കലാവതീതി, ത്വാം മാലിനീതി ലളിതേത്യപരാജിതേതി, ദേവി സ്തുവന്തി വിജയേതി ജയേത്യുമേതി. 12 വിശേഷനാമങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലഘുസ്തവത്തിലെ 18ാം ശ്ലോകത്തിൽ മായ കുണ്ടലിനി ക്രിയാ മധുമതി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ മന്ത്രശാസ്ത്രപരമായി ബീജഗർഭിതങ്ങളായിട്ടുള്ള 24 നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വിവിധ സമ്പ്രദായാർത്ഥങ്ങളുള്ള 12 വിശേഷനാമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നാമങ്ങളുടെയൊക്കെ സൂക്ഷ്മ വിവരണം നമുക്ക് വിസ്തരിച്ച് മനസ്സിലാക്കാം. ദേവി, അല്ലയോ മഹാദേവി, ത്വാം സ്തുവന്തി, നിന്തിരുവടിയെ സദ്ഭക്തന്മാർ സ്തുതിക്കുന്നു. എന്തെല്ലാം നാമങ്ങളിലൂടെയാണ് സ്തുതിക്കുന്നത്? വ്യാപിനി ഇതി, സർവവ്യാപിനി എന്നും. സർവവ്യാപിനി എന്നാണ് പ്രകടമായ അർത്ഥമെങ്കിലും കുറച്ചും കൂടി വിസ്തരിച്ചുള്ളതാണ് ഈ നാമത്തിൻ്റെ വിശേഷാർത്ഥം. തൻ്റെ സ്വാത്മരൂപത്തിൽ പ്രതിഭാസിക്കുന്ന, പ്രതിബിംബമായി തോന്നുന്ന വിശ്വത്തോട് കൂടിയവൾ എന്ന് അർത്ഥം. യദാഭാസ്യം വിശ്വം സ്വാത്മൈകതയാ ആഭാസയതി ഇതി വ്യാപിനി. വളരെ ആഴത്തിൽ അർത്ഥം കാണേണ്ട ഒരു ആശയമാണ് ഇത് എന്ന് പറയാം. യത് ആഭാസ്യം വിശ്വം സ്വ ആത്മ ഏകതയാ ആഭാസയതി. ശിവാത്മികയാണ് ശക്തി, ശ്രീപരമേശ്വരൻ്റെ ആത്മസ്വരൂപിണി എന്ന് വെച്ചാൽ ശ്രീപരമേശ്വരന് അഹം എന്ന ബോധം സ്ഫുരിപ്പിക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന വിമർശ ശക്തി, അഥവാ ശ്രീപരമേശ്വരൻ്റെ അഹന്തയാകുന്ന ഞാൻ എന്ന തന്നറിവ് നൽകുന്ന പരാഹന്ത സ്വരൂപിണി. എന്താണ് പരാഹന്ത എന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സർവാനന്ദ പരിപൂർണനായ തന്നിൽ നിന്നും അന്യമായി മറ്റൊന്നുമില്ല എന്ന അഖണ്ഡമായ ജ്ഞാനമാണ് ആ അഹം ബോധം. ശ്രീ പരമേശ്വരന് അഹം എന്ന ആത്മബോധം ഉണ്ടാകുമ്പോൾ തന്നെയാണ് ആ ഞാൻ ഈ വിശ്വമാണ് എന്നുള്ള പ്രതിഭാസവും സംഭവിക്കുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമമാണ് മത്ത. ശ്രീ പരമേശ്വരനിൽ അധിഷ്ഠിതമായിരിക്കുന്ന മമ ഭാവം എന്നാണ് മത്ത എന്ന നാമത്തിൻ്റെ അർത്ഥം. അതായത് പരാഹന്ത സ്വരൂപിണി എന്ന ഇതേ അർത്ഥം തന്നെ. സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ് എന്ന് പറയുന്ന ഭോക്തൃ ഭോഗ്യ രൂപത്തിൽ, അതായത് ആത്മസ്വരൂപിണിയായതുകൊണ്ട് ശ്രീ പരമേശ്വരനും ആ ബോധത്തിൻ്റെ പ്രതിഫലനമായ, പ്രതിബിംബമായ വിശ്വമായും സ്വയം വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് വ്യാപിനി ആണ് ശ്രീ പരാശക്തി. ഭോക്തൃഭോഗ്യ രൂപം രണ്ടും ശക്തി തന്നെ ആയിരിക്കുന്ന ചമത്കാരം. അടുത്ത നാമം സമനായിതി, നിർമ്മല ചിത്തമാകുന്ന അന്ധക്കരണത്തോട് കൂടിയവൾ. വ്യാപിനി എന്ന നാമത്തിൽ ദ്യോതിപ്പിച്ച അർത്ഥത്തിൻ്റെ അടുത്ത ഘട്ടമാണ് സമന എന്നതിൻ്റെ അർത്ഥം. വിശ്വമായി വ്യാപിച്ചതിന് ശേഷം സർവത്തിൻ്റെയും ചിത്തായി വികസിച്ചവൾ എന്ന അർത്ഥം. ശൂന്യാതിശൂന്യ ആദിധരാന്ത സമഗ്ര ജഗത് ആസൂത്രണാത്മനാ സ്ഫുരതി അശേഷമന്തവ്യ മനനരൂപത്വാത്
സമന. അതായത് ഏറ്റവും അകമേയുള്ള ശൂന്യത്തിൽ നിന്നും ഏറ്റവും പുറമേയുള്ള ഭൂമി വരെ 36 തത്വങ്ങളിലും സമ്പൂർണമായി സ്ഫുരിക്കുന്ന അന്ധക്കരണ രൂപത്തിലുള്ളവൾ, ചിത് രൂപത്തിലുള്ളവൾ എന്നർത്ഥം. അതുകൊണ്ട് സമന എന്നും, പിന്നെ കുണ്ടലിനി എന്നും, കുണ്ടലി ഇതി, കുണ്ടലിനി ശക്തി രൂപിണി എന്നും. ഇവിടെ കുണ്ടലിനി എന്നത് ഊർധ്വ കുണ്ടലിനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൂക്ഷ്മ ശക്തിയാണ് എന്നാണ് ആചാര്യന്മാരായ വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നത്. പരമാ സൂക്ഷ്മാശക്തി മന ഉത്ക്രമ്യഗത സ്വാത്മാഭിന്ന ഊർധ്വകുണ്ടലിനി ഇത്യഭിധീയത്തെ. മനസ്സിനെ ശൂന്യമാക്കി സ്വയം തന്നിൽ ലയിപ്പിക്കുന്ന ഏറ്റവും പരമമായ ആത്മശക്തി എന്നാണ് ആചാര്യ ശ്രീ ഹരഭട്ടശാസ്ത്രികൾ തൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുണ്ടലിനി കാമിനി ഇതി, ഇച്ഛാശക്തി രൂപ എന്നും. കാമഃ സദാശിവാദി പൃഥിവീപര്യന്ത ജഗത് സർജനാദി ക്രീഡേച്ഛാ തദ്വതി ജഗത് സർജനാദി ശീല. അതായത് കാമം എന്ന് വെച്ചാൽ സദാശിവൻ മുതൽ ഭൂമി വരെയുള്ള ജഗത് സൃഷ്ടിയാകുന്ന ലീലയിൽ ഉള്ള ഇച്ഛ, അതുള്ളവൾ കാമിനി, ശ്രീ പരമേശ്വരൻ്റെ ഇച്ഛാശക്തിയായ കാമകലാസ്വരൂപിണി. അഥവാ കാമിനി ഭൈരവീ ചേയം ഭയവിധ്വംസിനീതി വാ എന്ന പ്രമാണമനുസരിച്ച് കാമിനി ഭൈരവി ആണ്. പിന്നെ കമല ഇതി, ബ്രാഹ്മീ ശക്തി എന്നും. ക എന്ന അക്ഷരം ബ്രഹ്മാവിനെ കുറിക്കുന്നു. ബ്രഹ്മാവിനെ ധരിക്കുന്ന ബ്രഹ്മശക്തിയാണ് ബ്രാഹ്മി. കം ബ്രഹ്മാണം ധാരയതി ഇതി ബ്രാഹ്മി ശക്തിസ്വരൂപേതി ച. അടുത്തത് കലാവതി ഇതി, പ്രതിപദം മുതലുള്ള 15 തിഥികളുടെ അഥവാ ചന്ദ്രകലകളുടെ അധിഷ്ഠാതൃ ദേവതകളായ കാമേശ്വരി മുതൽ ചിത്ര വരെയുള്ള തിഥി നിത്യാദേവികളോട് കൂടിയവളായതുകൊണ്ട് കലാവതി. കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, മഹാവജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര എന്നിവരാണ് 15 നിത്യാദേവികൾ. ശ്രീചക്ര മധ്യ ത്രികോണത്തിൻ്റെ 3 ഭാഗത്തിലും സ്ഥിതി ചെയ്യുന്നവർ. ശ്രീവിദ്യോപാസകർ അറിയുന്നതാണ് ഇത്. പിന്നെ ഷോഡശീ കലയായ മഹാനിത്യ, 16ാമത്തെ കല. ദർശാദ്യാഹ പൂർണിമാന്ത ആദ്യാഹ കലാ പഞ്ചദശൈവതു ഷോഡശീതു കലാജ്ഞേയ സച്ചിദാനന്ദ രൂപിണി എന്നത് സുഭഗോദയ വാക്യമാണ്. യോനിവർഗ കലാശരീരമിതി എന്ന ശിവസൂത്രത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് കർമ്മത്തിൻ്റെ ശക്തിയാണ് കലാവതി. സ്വയം സങ്കുചിത ഭാവം സ്വീകരിച്ച് ജീവന്മാരെ കാർമ്മികമലം കൊണ്ട് ബന്ധിപ്പിക്കുന്ന ക്രിയാശക്തി ആണ് കലാവതി. പിന്നെ മാലിനി ഇതി, മാലിനി എന്നും. വിശ്വരൂപധാരണാത്ത് മാലിനി, ലോകങ്ങളെ മാലയായി ധരിച്ചിരിക്കുന്നവൾ എന്നും. ലളിത ഇതി, സൗഭാഗ്യസുന്ദരി എന്നും. ലളിതം ശൃംഗാരഭാവജന്യ ക്രിയാവിശേഷ തദ്വതി തേന ലളിത. ശൃംഗാരഭാവം ജനിപ്പിക്കുന്ന ക്രിയാവിശേഷമാണ് ലളിതം. ശ്രീപരമേശ്വരനോടുള്ള ശൃംഗാരരസപ്രധാനയായതുകൊണ്ട് ലളിത. ശ്രീപരമേശ്വരനിൽ സൃഷ്ട്യുന്മുഖമായ ഇച്ഛയെ പ്രേരിപ്പിക്കുന്ന കാമകലയാണ് ഇവിടെ ശൃംഗാരരസം എന്ന പദം ദ്യോതിപ്പിക്കുന്നത്. ലളിത എന്നുള്ള ഈ നാമത്തിന് കാശ്മീര ആചാര്യന്മാരുടെ നിർവചനം ഇങ്ങനെയാണ്. മാത്രമല്ല ലോകാനതീത്യ വിലസനാൽ ലളിത, 3 ലോകങ്ങൾക്കും അതീതമായി വിലസുന്നവൾ ലളിത. പിന്നെ അപരാജിത ഇതി, പരാജിതയാകാൻ ആവാത്തവൾ എന്നും. ദൈത്യയുദ്ധാദൗ സദൈവ ജയശാലിനി, അസുരന്മാരുടെ
അസുരന്മാരുമായുള്ള യുദ്ധങ്ങളിൽ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്തവൾ, ആരെക്കൊണ്ടും തോൽപ്പിക്കാൻ കഴിയാത്തവൾ എന്നും, വിജയ ഇതി, വിജയ എന്നും. ബ്രഹ്മവിഷ്ണു പുരന്ദരാദിഭിരപി ദുസ്സാധോ ജയോ യസ്യാഹ സാ വിജയ. അതായത് ത്രിമൂർത്തികൾക്കും സാധിക്കാത്ത വിശിഷ്ടമായ ജയത്തോട് കൂടിയവൾ എന്നും. പിന്നെ ജയ ഇതി, ജയസ്വരൂപത്വാത് ജയ, ലബ്ധ ഉത്കർഷ, അതിശയിപ്പിക്കുന്ന ഉയർച്ചയാകുന്ന ജയത്തിൻ്റെ സ്വരൂപമായിട്ടുള്ളവൾ എന്നും. ജയത്തോട് കൂടിയവൾ മാത്രമല്ല, ജയസ്വരൂപിണിയുമാണ് എന്നർത്ഥം. അതായത് വിശേഷമായ ജയത്തോടു കൂടിയവൾ വിജയ, ജയം തന്നെ സ്വരൂപമായുള്ളവൾ ജയ. ഇതാണ് ഈ രണ്ട് നാമങ്ങളുടെയും അർത്ഥവ്യത്യാസം. പിന്നെ ഉമാ ഇതി, ഉത്തമമായ ചിത്തവൃത്തി അഥവാ ബ്രഹ്മവിദ്യയാണ് ഉമ. സൂതസംഹിതയിൽ പറയാണ്, പരാനുഭൂതിം ഭവപാശനാശിനിം സദാശിവസ്യ അപി അതിശോഭനാഢ്യാം ഉമാഭിധാം ഉത്തമചിത്തവൃത്തിം നമാമി നാനാവിധ ലോകവൈഭവാം. മനോഹരമായ ഒരു ഉമാസ്തുതിയാണ് ഇത്. ഉമാഭിധാം ഉത്തമചിത്തവൃത്തിം നമാമി നാനാവിധ ലോകവൈഭവാം. ഔഹു മഹേശസ്യ മാ ലക്ഷ്മീ ഉമ. ഔഹു എന്ന് പറഞ്ഞാൽ ശ്രീ പരമേശ്വരൻ, മാ എന്ന് പറഞ്ഞ ലക്ഷ്മി, ശ്രീ പരമേശ്വരൻ്റെ ഐശ്വര്യമായിരിക്കുന്നവളായ ഉമാ എന്നും ത്വാം സ്തുവന്തി. ഇപ്രകാരമുള്ള 12 വിശേഷനാമങ്ങളാൽ നിന്തിരുവടിയെ സദ്ഭക്തന്മാർ സ്തുതിക്കുന്നു. ഈ ശ്ലോകത്തിലെ ഓരോ വരിയിലെയും 3 നാമങ്ങളെ പ്രതിലോമക്രമത്തിൽ ആക്കുമ്പോൾ ആകെ വരുന്ന 12 നാമങ്ങളുടെ ക്രമം ഇങ്ങനെയായിരിക്കും. വിജയ, ജയ ഉമ, മാലിനി ലളിത അപരാജിത, കാമിനി കമല കലാവതി, പിന്നെ വ്യാപിനി സമന കുണ്ടലി എന്നിങ്ങനെ. ഈ ക്രമത്തിൽ ഈ 12 നാമങ്ങളും പ്രണവത്തിൻ്റെ 12 മാത്രകളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ആചാര്യ ശ്രീ ജാനകിനാഥ് കൗൾ അവർ തൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരു തരത്തിലും കൂടി വിശദീകരണം തന്നിട്ടുണ്ട്. ഓംകാരത്തിൻ്റെ 12 മാത്രകളാണ് ആ, ഊ, മ, ബിന്ദു, അർദ്ധചന്ദ്രൻ, നിരോധിക, നാദം, നാദാന്തം, ശക്തി, വ്യാപിനി, സമന, പിന്നെ ഉന്മന അഥവാ മനോന്മനി. ഇപ്രകാരം വിസ്തരിച്ച് ഈ 12 ദേവീനാമങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ശ്ലോകം അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ നന്ദി, നമസ്കാരം.